അങ്ങനെ അവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ ഹോട്ടലിലോട്ട് പോയി. ഇതാണ് എന്റെ റൂം. അത്യാവശ്യം എല്ലാ സൗകര്യമുണ്ട്. ഒരു കിച്ചണായിട്ട് റൂമാണ്, അതായത് അത്യാവശ്യം കുക്ക് ചെയ്യാനുള്ള സൗകര്യമുള്ള റൂം. ഇനി ഞാനൊരു പെർമനന്റ് വീട് കണ്ടെത്തുന്നത് വരെ ഇവിടെയാണ് സ്റ്റേ. ഇവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്യുന്നതിന് ഏകദേശം 16,000 രൂപ നമ്മുടെ നാട്ടിലെ മണി വരും. ഇതിന്റെ എക്സ്പെൻസ് ഒക്കെ നോക്കുന്ന ഓഫീസാണ്. വന്ന ഉടനെ തന്നെ ഒന്ന് ഫ്രഷ് ആയി, നല്ല തണുപ്പായതുകൊണ്ട് ഒരു ഹോട്ട് ഷവർ എടുത്ത് കുറച്ചു നേരം അവിടെ കിടന്നു. ഇനി എന്റെ പരിപാടി എത്രയും പെട്ടെന്ന് ഒരു വീട് കണ്ടുപിടിക്കുക എന്നതാണ്. ഇവിടെ realestate.com.au എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്. അതിൽ കയറി നമുക്ക് ഇഷ്ടം പോലെ വീടുകൾക്ക് അപ്ലൈ ചെയ്യാം. ഇതിന്റെ പ്രൊഫൈലൊക്കെ നാട്ടിൽ വെച്ച് തന്നെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടാണ് വന്നത് കേട്ടോ. കുറേ ഫില്ല് ചെയ്യാനുണ്ട് കേട്ടോ. നമ്മുടെ വർക്ക് എക്സ്പീരിയൻസും ആനുവൽ ഇൻകം, റെഫറൻസ് ലെറ്റർ, ഓഫീസ് ഡീറ്റെയിൽസ്, റെസിഡൻഷ്യൽ ഹിസ്റ്ററി, അങ്ങനെയൊക്കെ കുറേ ഉണ്ട്. ഇതിനെ 100 പോയിന്റ് ചെക്ക് എന്നാണ് പറയുന്നത്. ഇത് കംപ്ലീറ്റ് ആയാലേ നമ്മുടെ ആപ്ലിക്കേഷൻസ് ഇവർ അക്സെപ്റ്റ് ചെയ്തുള്ളൂ. എന്നിട്ട് നേരെ ഇട്ടുകൊണ്ട് വന്ന ഡ്രസ്സൊക്കെ ഒന്ന് അലക്കാൻ പോയി. നോക്കുമ്പോൾ വാഷ് ചെയ്യുന്നതിന് $4, ഡ്രൈ ചെയ്യുന്നതിന് $4, എല്ലാം കൂടെ 10-400 രൂപ വരും നമ്മുടെ. ഇങ്ങനെയാണെങ്കിൽ മിക്കവാറും ഞാൻ ബാത്ത് ടപ്പിൽ അലക്കും അടുത്ത ദിവസങ്ങളിൽ. ഇതിനിടയ്ക്ക് എയർപോർട്ടിൽ നിന്ന് വിളി വന്നു കേട്ടോ. എന്റെ മിസ്സിംഗ് ആയ ലഗേജ് അവർ നാളെ ഹോട്ടലിൽ ഡെലിവറി ചെയ്യുമെന്ന് പറഞ്ഞു. നല്ല ക്ഷീണമുള്ളതുകൊണ്ട് നേരത്തെ തന്നെ ഉറങ്ങാൻ കിടന്നു. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും പറ്റുന്നില്ല. സംഭവം ജെറ്റ് ലാഗ് ആണ്. അതായത് ഇവിടെ രാത്രിയാണെങ്കിലും നാട്ടിൽ ഇപ്പോഴും പകലാണല്ലോ. എന്റെ ബോഡിക്ക് മനസ്സിലാവുന്നില്ല ഇത് ഉറങ്ങാനുള്ള ടൈമാണെന്ന്. ഇങ്ങനെ ഒരു പ്രതിഭാസം ചിലപ്പോൾ 1 വീക്ക് വരെ നീണ്ടു നിൽക്കുമെന്ന് ഗൂഗിൾ അമ്മച്ചി പറഞ്ഞു. അതിനെക്കുറിച്ച് ഞാൻ ഇങ്ങനെ റിസർച്ച് ചെയ്യുന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിറ്റേ ദിവസം രാവിലെയാണ് എഴുന്നേറ്റത്. അടുത്ത വീഡിയോയിൽ സെൻട്രൽ സിഡ്നിയുടെ എക്സ്പീരിയൻസുമായി വരാം കേട്ടോ. സ്റ്റേ ട്യൂൺഡ്.